ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരങ്ങളെ, അൽ ഖവാഇദുൽ മുസ്ലയിലെ 6-ാമത്തെ ഖായിദയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അസ്മാഉല്ലാഹി തആല ഗൈറു മഅ്സൂറത്തിൻ ബിഅദദിൻ മുഅയ്യൻ. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ പേരുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക എണ്ണത്തിൽ പരിമിതമല്ല. അള്ളാഹുവിന് കുറേ നാമങ്ങളുണ്ട്. അത് ഇത്ര എണ്ണം എന്ന് നിജപ്പെടുത്തി ക്ലിപ്തപ്പെടുത്തി പറയാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീത്തിൽ മഷ്ഹൂർ, വളരെ പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്. അള്ളാഹുവെ, നിന്റെ എല്ലാ നാമങ്ങളും കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അൻസൽതഹു ഫീ കിതാബിക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ ഇസ്തഅ്തർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക് എന്നുള്ള ആ ഹദീസ് ഇമാം അഹ്മദ്, ഇബ്നു ഹിബ്ബാനൊക്കെ ഉദ്ധരിച്ച റഹിമഹുമുള്ള, ഹാക്കിം അവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസ് സ്വഹീഹായ ഹദീസാണ്. എന്താണ് പറഞ്ഞതിൽ? അള്ളാഹുവെ, നിന്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് തന്നെ പേര് വെച്ചതായ നാമങ്ങൾ കൊണ്ട്. ഔ അൻസൽതഹു ഫീ കിതാബിക്, അല്ലെങ്കിൽ നീ നിന്റെ കിതാബിൽ ഇറക്കിയതായ, അവതരിപ്പിച്ചതായ നാമങ്ങൾ കൊണ്ട്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും വ്യക്തികളെ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തതായ പേരുകൾ കൊണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മഅദൂദ് അല്ലെങ്കിൽ മഹ്സൂർ, പരിമിതമാണ്, നിർണിതമാണ് എന്ന് പറയാൻ പറ്റിയേക്കും. എന്നാലും അവസാനം പറഞ്ഞത് അവിസ്തഅ്തർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നിന്റെ പക്കൽ അദൃശ്യലോകത്ത് നിന്റെ മറഞ്ഞ അറിവുകളിൽ നീ സ്വന്തമാക്കി വച്ചതായ പേരുകളും. അങ്ങനെ നിനക്ക് ഏതെല്ലാം പേരുകളുണ്ടോ അവയെല്ലാറ്റിനെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിൻ്റെ പേരുകൾ എന്നത് ഏതെങ്കിലും ഇത്ര എണ്ണമാണ്, 99 1000 10,000 ലക്ഷമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. വമസ്തഅ്സറ അല്ലാഹു തആല ബിഹി ഫീ ഇൽമിൽ ഗൈബ് ലാ യുംകിനു അഹദൻ ഹസ്റുഹു വലൽ ഇഹാതതു ബിഹി. അള്ളാഹു തൻ്റെ ഗൈബിയായ ഇൽമിൽ, അഥവാ മറഞ്ഞ ജ്ഞാനത്തിൽ സ്വന്തമാക്കി വച്ചത്, അത് ലാ യുംകിനു അഹദൻ ഹസ്റുഹു, ഒരാൾക്കും അത് ക്ലിപ്തപ്പെടുത്താൻ, വലൽ ഇഹാതതു ബിഹി, അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അള്ളാഹു സ്വന്തമാക്കിയ അവൻ്റെ പ്രത്യേകമായ ഇൽമിൽ, ഗൈബിയായ ജ്ഞാനത്തിൽ, അദൃശ്യജ്ഞാനത്തിൽ അള്ളാഹു സൂക്ഷിച്ചിട്ടുള്ള ആ പേരുകൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേര് ഇത്ര എണ്ണമാണ് എന്ന് നമുക്ക് ക്ലിപ്തപ്പെടുത്തി പറയാൻ, നിജപ്പെടുത്തി പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് സംശയം ഉണ്ടാകും. ഫഅമ്മാ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി 99 അസ്മാ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന എന്ന ഹദീസില്ലേ, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്. അള്ളാഹുവിന് 99 പേരുകളുണ്ട്, 100-ൽ 1 ഒഴികെ. ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ഉറപ്പായി പറഞ്ഞ ആ ഹദീസ്. അപ്പോൾ അതോ 99 പേരുകളുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഇത് പറഞ്ഞതിന് എതിരാണോ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയാൻ, ഫലാ യദുല്ലു അലാ ഹസ്രിൽ അസ്മാഇ ബിഹാദൽ അദദ്. ഈ ഹദീസിൻ്റെ താല്പര്യം 99 പേരുകളെ ഉള്ളൂ എന്നല്ല. ഫലാ യദുല്ലു, ഈ ഹദീസ് അറിയിക്കുന്നില്ല, അലാ ഹസ്രിൽ അസ്മാഇ ബിഹാദൽ അദദ്, ഈ എണ്ണത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ പരിമിതപ്പെടുത്തൽ ഹദീസിൻ്റെ ഉദ്ദേശമല്ല. വലൗകാനൽ മുറാദു അൽ ഹസ്റു, അങ്ങനെയായിരുന്നുവെങ്കിൽ ലകാനത്തിൽ ഇബാറത്തു, അപ്പോൾ വാചകം എങ്ങനെയായിരിക്കും വരാ, ഇന്ന അസ്മാ അല്ലാഹി തആല 99 അസ്മാ, അള്ളാഹുവിൻ്റെ പേരുകൾ 99 എണ്ണമാണ്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ സ്വർഗത്തിൽ കടക്കും എന്നാകുമായിരുന്നു. പക്ഷേ പറഞ്ഞതെങ്ങനെയാണ്?
ഇന്ന ലില്ലാഹി തിസ്അത്തൻ വതിസ്ഈന അസ്മാ. അള്ളാഹ്ക്ക് 99 പേരുകൾ ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. 99 ഉള്ളൂ എന്നല്ല, 99 പേരുകളുണ്ട് എന്നാണ്. അപ്പോൾ ഇതേപോലത്തെ വാചകങ്ങൾ ഔ നഹ്വു ദാലിക്, ഇതേപോലത്തെ ഏതെങ്കിലും വാചകങ്ങളായിരിക്കണം ആ അർത്ഥത്തിലാണെങ്കിൽ വരേണ്ടിയിരുന്നത്. ഇദൻ ഫമഅനൽ ഹദീസ്, അപ്പോൾ ഈ പറഞ്ഞ ഹദീസിന്റെ താല്പര്യം എന്താണ്? ഇന്ന ലില്ലാഹി തിസ്അത്തൻ വതിസ്ഈന അസ്മാ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അന്ന ഹാദൽ അദദ് മിൻ ശഅനിഹി അന്ന മൻ അഹ്സാഹ ദഖലൽ ജന്ന. ഈ എണ്ണത്തിന്റെ പ്രത്യേകതയാണ് 99 പേരുകൾ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ അയാൾ സ്വർഗത്തിൽ കടക്കുമെന്നത്. വ അലാ ഹാദ ഫയകൂന ഖൗലുഹു മൻ അഹ്സാഹ ദഖലൽ ജന്ന ജുംലത്തുൻ മുകമ്മില ലിമാ ഖബ്ലഹ. ആദ്യം പറഞ്ഞതിൻ്റെ ആശയത്തെ പൂർത്തീകരിക്കുന്ന ഒരു തക്മീലിയായിട്ടുള്ള വാചകമാണ് മൻ അഹ്സാഹ ദഖലൽ ജന്ന എന്ന് പറഞ്ഞത്. അള്ളാഹുവിന് 99 പേരുകളുണ്ട്, അതാരെങ്കിലും ഇഹ്സാ ചെയ്താൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആശയം ഗ്രഹിച്ച് അതനുസരിച്ച് അള്ളാഹ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചാൽ സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞത് ആ വാചകത്തിൻ്റെ തുടർച്ചയാണ്. വലൈസത്ത് മുസ്തഖില്ല, അത് സ്വതന്ത്രമായി പറഞ്ഞ വേറൊരു വാചകമല്ല എന്നർത്ഥം. വ നളീറു ഹാദ, ആ പറഞ്ഞത് ഇതുപോലെയാണ്, ഇതിന് സമാനമാണ്. എങ്ങനെ? അൻ തഖൂൽ, നീ പറയുകയാണ്, ഇന്ദി മിഅത്തു ദിർഹമിൻ, എൻ്റെ അടുക്കൽ 100 ദിർഹമുണ്ട്, 100 രൂപയുണ്ട്, അല്ലെങ്കിൽ 100 റിയാലുണ്ട്, 100 ഡോളർ ഉണ്ടെന്നൊക്കെ പറയാം. അഅദത്തുഹാ ലിസ്സദഖ, അപ്പോൾ സദഖ കൊടുക്കാനായി എൻ്റെ അടുക്കൽ 100 ദിർഹമുണ്ട് അല്ലെങ്കിൽ 100 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ ഫഇന്നഹു ലാ യംനഉ അൻ യകൂന ഇൻദക ദറാഹിം ഉഖറ ലം തുഇദ്ദഹാ ലിസ്സദഖ. സദഖ കൊടുക്കാനല്ലാത്തതായ വേറെ പൈസ നിൻ്റെ അടുക്കൽ ഉണ്ടാകുന്നതിന് ഈ പറഞ്ഞത് തടസ്സമല്ല. 100 രൂപ സദഖക്ക് വേണ്ടി നീ മാറ്റിവെച്ചിട്ടുണ്ട്, വേറെ പലതിനുമായി പല പൈസയും നിൻ്റെ കയ്യിലുണ്ടാകാം. വീട്ടിലെ ചെലവിന്, വാഹനത്തിന് വേണ്ടി, അതല്ലെങ്കിൽ കടം വീട്ടാൻ വേണ്ടി, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകാം. ഇവിടെ നീ പറഞ്ഞത് എന്തേ ഉള്ളൂ? സദഖക്ക് വേണ്ടി എൻ്റെ കയ്യിൽ 100 ദിർഹമുണ്ട് അല്ലെങ്കിൽ 100 രൂപയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും ഇതും തമ്മിൽ വൈരുദ്ധ്യമല്ല എന്ന് പറഞ്ഞതുപോലെയാണ് സ്വർഗത്തിൽ കടക്കാൻ സഹായകമായ, ഇഹ്സാ ചെയ്താൽ സ്വർഗത്തിൽ കടക്കാൻ ഉതകുന്ന 99 പേരുകൾ അള്ളാഹുവിനുണ്ട്. അതാരെങ്കിലും ഇഹ്സാ ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടക്കും എന്നല്ലാതെ അള്ളാഹ്ക്ക് 99 പേരുകളേ ഉള്ളൂ എന്നല്ല ആ ഹദീസിൻ്റെ താല്പര്യം. കാരണം അത് വ്യക്തമാക്കി തരുന്നതാണ് മുമ്പ് പറഞ്ഞ അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, അള്ളാഹു അവൻ്റെ അദൃശ്യജ്ഞാനത്തിൽ സ്വന്തമാക്കി വച്ച ആ ഇസ്മുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്നതാണ്, വേറെ ആർക്കും പഠിപ്പിച്ചു കൊടുത്തതല്ല. അത് എത്രയുണ്ട് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലം യസിഹ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅയീനു ഹാദിഹിൽ അസ്മാ. 99 പേരുകളുണ്ട്, അത് ഇഹ്സാ ചെയ്താൽ സ്വർഗത്തിൽ കടക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിലും അത് ഏതൊക്കെയാണ് ആ പേരുകൾ എന്ന് തഅയീൻ ചെയ്ത് നിർണയിച്ചു വന്ന റിപ്പോർട്ടുകളൊന്നും സ്വഹീഹായി വന്നിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വൽ ഹദീസുൽ മർവിയു അൻഹു ഫീ തഅയീനിഹാ ദഈഫ്, അത് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന റിപ്പോർട്ടുകൾ എല്ലാം ദുർബലമാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, അത് ഷെയ്ഖ് അൽബാനി ലഈഫ് സുനൻ തുർമുദിയിൽ അതിൻ്റെ ദുർബലത വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മജ്മുഉ ഫത്താവയിൽ 6-ാം വള്ളിത്തിൽ വിശദീകരിക്കുന്നുണ്ട്, തഅയീനുഹാ ലൈസ മിൻ കലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തിഫാഖി അഹ്ലിൽ മഅരിഫതി ബിഹദീസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് പരിജ്ഞാനമുള്ള ഹദീസ് പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമനുസരിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളല്ല അള്ളാഹുവിൻ്റെ പേരുകൾ, ആ 99 പേരുകൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട്. അതിനു മുമ്പ് അതേ വാള്യത്തിൽ 3-4 പേജുകൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നു, ഇന്നൽ വലീദ ദക്കറഹ അൻ ബഅദി ശുയൂഖിഹി ശാമിയീൻ
കമാ ജാഅ മുഫസ്സറൻ ഫീ ബഅദി തുറുഖി ഹദീസിഹി. വലീദ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഷാമുകാരായ ഗുരുനാഥന്മാരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരൊറ്റപ്പെട്ട റിവായത്താണത്. അതുകൊണ്ട് തന്നെ ദുർബലതയുണ്ട് എന്നാണ്. ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ 11-ാമത്തെ വാള്യത്തിൽ പറയുന്നു, ലൈസത്തിൽ ഇല്ലത്തു ഇൻദ ശൈഖൈൻ തഫറദുൽ വലീദി ഫഖത്ത്. ഇത് വലീദ് മാത്രം റിപ്പോർട്ട് ചെയ്തു എന്നത് മാത്രമല്ല ഈ റിപ്പോർട്ട് ദുർബലപ്പെടാനുള്ള കാരണം. ബലിൽ ഇഖ്തിലാഫു ഫീഹി, മറിച്ച് റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അതും എല്ലാം ഒരേപോലെയല്ല വന്നത്, ഇഖ്തിലാഫുണ്ട്. വൽ ഇൽത്തിറാബ്, അതേപോലെ തന്നെ ബലാബലം പരിശോധിച്ചാൽ ആശയ സംഘട്ടനമുള്ള, നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത മുൽത്തറബായ ഹദീസിൻ്റെ ദുർബല ഗണത്തിൽപ്പെടുന്ന ആ വിഭാഗത്തിലാണ് അതും വരാം. അതേപോലെ തന്നെ തദ്ലീസും അതിലുണ്ട്. വഹ്തിമാലുൽ ഇദ്റാജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത വാക്കുകൾ കടത്തിക്കൂട്ടി അല്ലെങ്കിൽ കടന്നു വന്നതാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഹദീസ് നിരൂപകരുടെ അടുക്കൽ, പണ്ഡിതന്മാരുടെ അടുക്കൽ ആക്ഷേപാർഹമായ പല ഇല്ലത്തുകളും ന്യൂനതകളും ഉള്ളതുകൊണ്ട് കൂടിയാണ് ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അടക്കമുള്ള പണ്ഡിതന്മാർ സ്വഹീഹല്ല എന്ന നിഗമനത്തിലെത്തിയത്, അവരൊന്നും ഇത് സ്ഥിരപ്പെടുത്താത്തത് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിൻ്റെ താല്പര്യം, അള്ളാഹുവിന് 99 പേരുകളുണ്ട്, അത് ഇഹ്സാ ചെയ്താൽ സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞത് ഒരിക്കലും 99 അള്ളാഹ്ക്ക് പേരുകളുള്ളൂ എന്ന അർത്ഥത്തിലല്ല. അതിനു മുമ്പ് വന്ന ഹദീസിൽ അത് വ്യക്തമാണ്, കുറേ അസംഖ്യം പേരുകൾ അള്ളാഹുവിനുണ്ട്. 99 എണ്ണം എന്ന് പറഞ്ഞ് നിർണയിച്ച് അത് ഇന്നതൊക്കെയാണ് എന്ന് പറയുന്ന ഇമാം തുർമദി ഉദ്ധരിക്കുന്ന റിവായത്ത് പല കാരണങ്ങളാൽ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ അടുക്കൽ വലിമാലം യസിഹ തഅയീനുഹ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തലഫ സലഫു ഫീഹി, ഇന്നതൊക്കെയാണ് ആ 99 പേരുകൾ എന്ന് തഅയീൻ ചെയ്ത് നിർണയിച്ച് സ്ഥിരപ്പെട്ടു വരാത്തതുകൊണ്ട് സലഫു സാലിഹീങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാർ ഏതൊക്കെയാണ് ആ 99 പേരുകൾ എന്ന് നിർണയിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അവർക്കിടയിൽ. വറുവിയ അൻഹും ഫീ ദാലിക അൻവാ, വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഓരോ പണ്ഡിതനും അദ്ദേഹത്തിൻ്റെ പഠനവും ഗവേഷണവും അനുസരിച്ച് ആ 99 എണ്ണം കണ്ടെത്താനും നിജപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഏകാഭിപ്രായക്കാരല്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഖദ് ജമഅതു 99 ഇസ്മാ മിമ്മാ ളഹറ ലി മിൻ കിതാബില്ലാഹി തആല വസുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതനുസരിച്ച് ഞാൻ ഒരു 99 പേരുകൾ ജമഅ ചെയ്തിട്ടുണ്ട്, ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയാണ്. ബാക്കി പേരുകൾ, ഈ 99 പേരുകൾ ഫമിൻ കിതാബില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഖുർആനിൽ നിന്ന് വന്ന പേരുകൾ അദ്ദേഹം എണ്ണി പറയുന്നു. പിന്നെ ഹദീസിൽ നിന്ന് വന്ന പേരുകൾ അങ്ങനെ പറയാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മാകൾ നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതിൻ്റെ ആശയങ്ങളൊക്കെ ഗ്രഹിച്ച് അതിൻ്റെ താല്പര്യം അനുസരിച്ച് നമ്മൾ നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലവും മഹത്വവും. പക്ഷേ അത് ഏതൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ച് തന്നിട്ടില്ലാത്തതിനാൽ ആ മാർഗത്തിലെ ഗവേഷണവും പഠനവും ഒക്കെ പ്രതിഫലാർഹമായ സംഗതിയാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ മുമ്പ് പറഞ്ഞതാ, ലൈലത്തുൽ ഖദർ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഒരു വിശ്വാസി ആത്മാർത്ഥമായി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ 99 പേരുകളുണ്ട്. അത് കണ്ടെത്താനുള്ള പരിശ്രമവും ആ മാർഗത്തിലുള്ള പഠനവും ഗവേഷണവും ഒക്കെ അള്ളാഹുവിങ്കിൽ പ്രിയങ്കരമായ ഒരു നല്ല ഇൽമുൻ നാഫി ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയാനും ഉൾക്കൊള്ളാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും ഒക്കെ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.